മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അമ്മയെ പറ്റിയാണ്. അമ്മയുടെ സ്നേഹത്തെ പറ്റിയാണ്. അമ്മയെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അമ്മയുടെ സ്നേഹവും വാത്സല്യവുമാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. എല്ലാം സഹിക്കുന്ന ഭൂമിയെ നമ്മൾ മാതാവ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ നമ്മൾ ഭാരത് മാത എന്നാണ് വിളിക്കുന്നത്. ഇതെല്ലാം അമ്മയുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരു കഥയാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ സ്വർഗത്തിൽ ആയിരുന്നപ്പോൾ നടന്ന ഒരു കഥ. ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, റയൻ, ഞാൻ നിന്നെ ഭൂമിയിലേക്ക് അയക്കാൻ പോവുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു, ദൈവമേ, ഞാൻ എങ്ങനെ ഭൂമി ജീവിക്കും? എൻ്റെ കാലുകൾക്ക് ബലമില്ല. ഞാൻ എങ്ങനെ നടക്കും? എൻ്റെ കൈകൾ ചെറുതാണ്. ഞാൻ എങ്ങനെ ജോലി ചെയ്ത് ജീവിക്കും? ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു മാലാഖയെ തരാം. ആ മാലാഖ നിനക്ക് പോലെ നോക്കിയത്. പിന്നെ ചോദിച്ചു, എനിക്ക് മനസ്സിലായ ഭാഷ അറിയില്ലല്ലോ, ഞാൻ എങ്ങനെ സംസാരിക്കും? ഞാൻ വരുന്ന ആളുകൾ എങ്ങനെ മനസ്സിലാക്കും? ദൈവം പറഞ്ഞു, ആ മാലാഖ നിനക്ക് വേണ്ടി സംസാരിക്കും. നിനക്ക് വേണ്ടതെല്ലാം ചെയ്തത്. ഞാൻ പിന്നെ ചോദിച്ചു, പക്ഷെ ദൈവം സ്നേഹിക്കുന്നത് പോലെ ആരെന്നെ സ്നേഹിക്കും? ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ആ മാലാഖ നിന്നെ സ്നേഹിക്കും. ഞാൻ പിന്നെ ചോദിച്ചു, മാലാഖ മാലാഖ മാലാഖ, ആരാണ് ഈ മാലാഖ? ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞു, മാലാഖയുടെ പേരാണ് അമ്മ. അതെ, ജന്മം തരാനേ ദൈവം സൃഷ്ടിച്ച മാലാഖയാണ് അമ്മ. ദൈവത്തിന്റെ സ്വന്തം മാലാഖ. ഒരു കുഞ്ഞ് മാതാവിനെ ഉദരത്തിൽ ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ സ്നേഹവും സ്വരവും തിരിച്ചറിയുന്നു. കുഞ്ഞ് ആദ്യം ഉച്ചരിക്കുന്നതും അമ്മ എന്നാണ്. ഈ ലോകത്തുള്ള എല്ലാ ജീവികളെയും കാലും നിസ്സഹായനായിട്ടാണ് ഒരു മത്സ്യക്കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞിനെ അമ്മയുടെ പാൽ നൽകി, സ്നേഹം നൽകി, ചൂട് നൽകി വളർത്താൻ എത്ര കഷ്ടപ്പാടാണ് അമ്മ അനുഭവിക്കുന്നത്. പക്ഷെ ചിലരെങ്കിലും പ്രായമാകുമ്പോൾ ഞങ്ങളെ അമ്മമാരെ വരിയരികിൽ ഉപേക്ഷിക്കുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ ഇങ്ങനെയൊന്നും നമ്മുടെ അമ്മമാരോട് ചെയ്യയില്ലെന്ന് നമുക്ക് സത്യം ചെയ്യാം. അമ്മയാണ് ഈ ഭാരതത്തിൽ എന്നും എൻ്റെ ദൈവം, അമ്മയെ മറക്കുമോ ഞാൻ ജീവനുള്ള കാലം എന്ന് കവി പാടിയത് നമുക്ക് എപ്പോഴും ഓർക്കാം. നമ്മുടെ അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ ഭാരത മാതാവിനെയും ഭൂമി മാതാവിനെയും നമുക്ക് സ്നേഹിക്കാം. എൻ്റെ അമ്മയ്ക്കും ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ അമ്മമാരുടെയും കാലുകളിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ച് എന്റെ വാക്കുകൾ ഞാൻ നിർത്തട്ടെ. ഇത്രയും നേരം ശ്രമിച്ച മാന്യ സദസ്സിന് നന്ദി.